പിള്ളേരല്ലേ ഭൂതളത്തിന്റെ ബോഡി ഇവിടെ എടുക്കട്ടെ. ഇവരുടെ ഈ സ്വഭാവ ദൂഷ്യമല്ലേ ഇവരുടെ ഈ മരണത്തിന് കാരണം. ഈ സ്ത്രീയുടെ വെട്ടിപ്പൊളിച്ചത് വെച്ച് പൊള്ളിച്ച് ഒരു നെഞ്ച് മൊത്തം വെന്ത് മലന്നുപോയി. അതേപോലെ വർമ്മ സൈഡ് ഒരു സൈഡ് മൊത്തം വെന്തുപോയി. തുണി ഒന്നും ഇടാൻ പറ്റൂല. അവന്റെ കൂടെ പിന്നെ പോകും. 100% അവള് എരന്ന് ചോദിച്ചാണ്. അങ്ങോട്ട് പൈസ കൊടുത്ത് എരന്ന് ചോദിച്ച ഒരു ഉടുതുണിയില്ല വീട്ടിനകത്തിട്ട് കത് ഡോറും പൂട്ടി എടുത്തോണ്ട് പോയി. ചോര പുരണ്ട ഒരു കമ്പി വടി അവിടെ ഉണ്ട്, 2 കത്തികൾ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അതെന്തിനാണെന്നറിയില്ല, അത് ഉപയോഗിച്ചുണ്ടോ ഞങ്ങൾക്കറിയില്ല, പക്ഷെ കത്തികൾ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അമ്മ ഇതേ ഇവനോട്ട് എങ്ങനെ പരിചയമാണ് മോള്? മൊബൈൽ വഴി ചാറ്റ് ചെയ്ത് കണ്ടത്. മൊബൈൽ വഴിയോ? ഇപ്പൊ അവിടെ കൂടെ പോയപ്പോ എന്താ മൊബൈൽ നമ്പർ വാങ്ങിച്ച് ചാറ്റ് ചെയ്ത് അങ്ങോട്ട് ചാറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും അറിയുന്ന വിഷയമല്ല. എന്നിട്ട് ഒരു ജൂൺ 7-ാം തീയതി ആയപ്പോ ഇവള് ഇതേപോലെ അവനുമായിട്ടൊക്കെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് കറങ്ങാൻ വിളിച്ചോണ്ടൊക്കെ പോയിട്ട് രണ്ടുപേരും കൂടെ നല്ല സന്തോഷത്തോടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച അവർക്ക് ഒരു ജീവിതം 5 വർഷം കൊണ്ട് അവനും ആദ്യത്തെ ഭർത്താവ് കളഞ്ഞിട്ട് കിടക്കയില് ഒരു ജീവിതം എനിക്ക് അതിൽ ആദ്യത്തിൽ 2 കൊച്ചുങ്ങളുണ്ട്. അവ ഈ പെൺകൊച്ചിന് 1 വയസ്സും 3 ദിവസമായപ്പോ ഇട്ടിട്ട് പോയതാണ്. അപ്പൊ അതിനുശേഷം അവള് വേറെ വിഭാഗമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയാണ്, അതൊരു കൊച്ചുകുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അവൾ ഇറങ്ങി പോയതല്ലേ എന്നാണ് നമ്മള് പിടിച്ചണച്ചവർ രണ്ടുപേരെ, ഈ 2 പിള്ളേരായിട്ട് പിള്ളേരെ കൊണ്ടാണ് പോയത്. ഈ 3 ദിവസം കഴിഞ്ഞപ്പോ ആ കൊച്ചിനെ തേങ്ങ ഓട്ടുന്ന ഒരു വെട്ടോത്തി കൊണ്ട് മൂത്ത കൊച്ചിനെ അവന് കണ്ടുകൂടാ. ഈ മൂത്ത കൊച്ചിനെ ഒരു തേങ്ങ ഓട്ടുന്ന വെട്ടോത്തി കൊണ്ട് അരിപ്പുറത്ത വീട്ടിൽ നിന്ന് എന്റെ വിട്ടിയത്തെ വീട് വരെ പിള്ളേ ഓട്ടിച്ച് വെട്ട ഓട്ടിച്ച് ആ കൊച്ചു വിളിച്ച് നില വിളിച്ച് ആ പിള്ളേക്ക് വീട് അറിഞ്ഞുകൂടാ. എനിക്കതിന് പിള്ളേര് തടസ്സമായിരിക്കും. അവന് തടസ്സമല്ല, മറ്റുള്ളവരുടെ മകനെന്ന് മക്കളെന്ന രീതിയിലുള്ള അങ്ങനെ ഉപദ്രവമുണ്ട്. അതല്ല ഇവനതൊരു ബാധ്യതയല്ലേ, കൊച്ചു പിള്ളേരല്ലേ. പിന്നെ ഈ മൂത്ത കൊച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ 2 പിള്ളേർ നിൽക്കൂല കേട്ടാ. അതുകൊണ്ട് നമുക്ക് പിള്ളേരെ നിർത്താനും പറ്റൂല അന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെ കൊണ്ടുപോയത് മക്കള് പെങ്കൊച്ചിനെ കൂടെ എടുത്തോണ്ട് ആ മക്കളെ നമുക്ക് ഇവിടെ ഉള്ളത് കഴിച്ചു കിടക്കാൻ എന്ന് അമ്മ പറഞ്ഞു. മകള് കേൾക്കാതെ അവിടെ ചെന്നിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൊച്ചിനെ അവിടെ ഇട്ടിട്ട് എന്റെ മൂത്ത കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് അവൾ അവിടെ തങ്ങിയെന്ന്. ഞാൻ പെങ്കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവൾ അവിടെ തമ്പടിച്ച്. പിറ്റന്നോട്ട് ഈ കൊച്ചിനെ കൂടെ ഒന്ന് വിളിച്ചോണ്ടേ അവര് വീണ്ടും ഒരുമിച്ച് കഴിഞ്ഞു. എന്ന് ഈ 2.5 വർഷം കൊണ്ട് അവർക്ക് രാത്രി വാഴപ്പണയാണ് ഉറക്കം. അരിപ്പുറത്ത് ആ ലൊക്കേഷനിൽ എവിടെ തിരക്കിയാലും വാഴപ്പണയിലും തെങ്ങിന്റെ കട്ടയ്ക്കാലിലൊക്കെ ഇവനെ പേടിച്ച് ഇവർ രാത്രി 8 മണി കഴിഞ്ഞാൽ വെള്ളമാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവരെ ഓട്ടിപ്പാണ്. വെട്ടോത്തി പിന്നെ ഈ കണ്ട ആയുധങ്ങളും കൊണ്ടാണ് പിള്ളേരെ ഓട്ടിക്കുന്നത്. പിള്ളേർ ഉയര് രക്ഷപ്പെട്ട് ഓടി വാഴപ്പണയിലൊക്കെയാണ് പോയി കിടക്കണം. 2 മക്കളും ആദ്യത്തെ ഭർത്താവിന്റെ കൂടെ പോയോ? അത് ഇപ്പൊ പറഞ്ഞാൽ ഈ ഇസ്തിരി വെച്ച് ഇത് 4ാമത്തെ ഘട്ടം ഇസ്തിരി വേവിച്ച്. ഇവൻ തരികടയാണെന്ന് അച്ഛൻ അറിയാം, കൂട്ടുകാരനുമാണ്, നിങ്ങളുടെ കൂട്ടുകാരനുണ്ട്. എങ്കിലും ഈ മകളെ അവന്റെ കൂടെ താമസിപ്പിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനാ? കൊടുത്തെന്തെന്ന് പറഞ്ഞാൽ ഇവന്റെ പോകുള്ള ഒറ്റ വാശിയായി. നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു, എങ്ങനെ പരിചയപ്പെടുന്നതിനായിട്ട്? എന്റെ വീട്ടിൽ വരും ഈ രതീഷ് വന്ന് ഇവളെ കണ്ട് അപ്പൊ ഇവളിങ്ങനെ ഒറ്റ നിൽക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവളെ എൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് ഇവന്റെ അമ്മയെ കൊണ്ടുവന്നു. ഇപ്പൊ ഇവള് ചോദിച്ചപ്പോൾ ഇവക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ ഇവന്റെ അമ്മയെ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണമായിട്ട് ആലോചിച്ചിട്ട് ഇവൻ തിരിച്ച് അവൻ്റെ അമ്മയെ കൊണ്ടുവന്നപ്പോൾ ഇവള് അവനെ പറ്റൂല എന്ന്. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് അല്ലേ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നു. ഒരു താലി, മാലയല്ല താലി അഴിച്ച് നൂലിൽ കെട്ടാൻ കൊണ്ടൊക്കെ വന്ന് ഇവന്റെ അമ്മ വന്നപ്പോൾ ഇവള് ഒറ്റ പിടികളെ വന്ന് കെട്ടില്ലെന്നാണ്. അപ്പം ഇവൻ ഇതൊരു വാശി മനസ്സിലാക്കും. ഇതേപോലെ ഞാൻ അവനോട് ഒത്തിരി കഴിക്കുകയൊക്കെ ചെയ്തു. കഴിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അമ്മയെ കരയിച്ച് ഇറക്കിയാൽ ഞാൻ എന്തായാലും കൂടെ കൂട്ടി തീർക്കും, പ്രതികാരം ചെയ്യുന്നു. എന്നുവെച്ചാൽ അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ, എൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവളടുത്ത് തത്ത കുത്തി കയറുമ്പോൾ പറഞ്ഞ് ഇവര് നമ്മളെ 2 മൈൻഡ് ചെയ്യാതെ ഒരു കറക്കവും ബഹളവും അങ്ങ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ അവര് തന്നെ തീരുമാനിച്ചു. അവരങ്ങനെ മൊബൈൽ ചാറ്റ് ചെയ്താണ് ഇവന്റെ കൂടെ പോയത് കൊച്ചുങ്ങളെയും കൊണ്ട്. അങ്ങനെ ഈ വെട്ടോത്തി കൊടുത്ത് ആദ്യത്തെ സ്റ്റെപ്പ് വെട്ടോത്തി കൊണ്ട് മൂത്ത കൊച്ചിനെ അടിച്ചാൽ ഞാൻ പറയാം നമുക്കത് ശരിയായ ബന്ധമല്ല, ഇപ്പോഴാകുമ്പോ അതങ്ങ് പോവും. 2-3 ദിവസമേ ആയുള്ളൂ. കേൾക്കാതെ എന്റെ അമ്മ ഞാൻ ഊത്തിരി ചവിട്ടിയിട്ട ഇടും. അതേപോലെ നിനക്ക് പറ്റുമെങ്കിൽ എന്നോട് ജീവിച്ചാൽ മതി. ഇവൻ ഒരു ദിവസം കുടിച്ചോണ്ട് നിന്നപ്പോ അവനും ഇവനും കൂടെ കുടിച്ചത്. എവിടെ കിടക്കാൻ വിറ്റായി കിടന്നു. ഇവൻ ചാടി നയിച്ചപ്പോൾ മാമ വീട്ടിനകത്ത് അവൻ പോയില്ല. അവനെ കറക്കമുണ്ട്. അന്ന് മുതൽ അന്ന് തന്നെ ഇസ്തിരി വെച്ച് പൊള്ളിച്ചോ. ഇസ്തിരി വെച്ച് പറഞ്ഞു വെച്ചു.
ഇസ്തിരി വെച്ച് പൊള്ളിച്ച് ഒരു നെഞ്ച് മൊത്തം വെന്ത് മലന്നുപോയി. അതേപോലെ വർമ്മ സൈഡ് ഒരു സൈഡ് മൊത്തം വെന്തുപോയി. ദേഹം മൊത്തം ഇവിടെ രണ്ടെണ്ണം വ്യാപിച്ച് എന്നുവെച്ചാൽ ഒരിവിടെ തുണി ഇടാൻ പറ്റില്ല. ഞാൻ 3 നേരം സാരി അറുത്ത് കീറി ഞാൻ അതാ ഇതുപോലെ വിളപ്പിച്ചാൽ SI വന്നപ്പോൾ ഞാൻ ഇവിടെ മൂടിയിട്ടായിരുന്നു. തുണി ഒന്നും ഇടാൻ പറ്റൂല. അവൻ്റെ കൂടെ പിന്നെ പോകും. അതാണ് ഇപ്പൊ ഒരു പോയിന്റ് ആയിട്ട് കിടക്കുന്നത്. പോലും ഞാൻ അതിനുശേഷം 8 മാസം ഞങ്ങൾ ഇവിടെ നിർത്തിയിരുന്നു. അങ്ങനെ ആയിരിക്കും. ഇവിടെ ഞങ്ങൾ കേൾക്കുമ്പൊക്കെ പറയണം എന്തൊരു അവന്റെ വണ്ടിയിൽ ഇത് ആയുധങ്ങളുണ്ട്, മാമനെ കൊന്നുകളയും, എന്നെ കൊന്നുകളയും. ഞാൻ പറയും മക്കളെ വരട്ട്. ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ് കൊല്ലാ വരട്ട്. 1 മാസം അവള് ജോലി ചെയ്ത് പൈസ കൊച്ചുങ്ങൾക്കും ഒന്നും വാങ്ങിക്കാൻ തന്നില്ല. ആ പൈസ എടുത്ത് അവള് ഒരു മൊബൈൽ വാങ്ങിച്ച് ടച്ച് ഫോണ്. ആ മൊബൈൽ വെച്ച് ഇവനെ ചാറ്റ് ചെയ്യാൻ നമുക്കറിഞ്ഞു. 2 മാസം ഇങ്ങനെ ദിവസം 100 രൂപ വെച്ച് വണ്ടിക്ക് കൊടുക്കും. ആ 6000 രൂപ അതാണ്. ഈ 2 മാസം ജോലി ശമ്പളം വാങ്ങിച്ച അവൾ അവൻ അയച്ചു കൊടുത്തത്. എനിക്ക് ഈ ടച്ച് ഫോൺ ഡിസംബർ 2-ാം തീയതി ഇവിടുന്ന് പോണവന്റെ കൂടെ തിരിച്ച് ഇപ്പൊ അല്ല ഇവള് ഈ കഴിഞ്ഞ മാസം ഡിസംബർ 2-ാം തീയതി അവള് ഞങ്ങള് 100 രൂപ ഇങ്ങനെ ബസ്സിൽ നിന്ന് പോവാൻ കൊടുത്തിട്ട് ഞാനും ഇങ്ങനെ രാവിലെ പോവേണ്. അവള് 8:30 അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവള് തലേദിവസം എൻ്റെ മൊബൈലിലെ പൈസ തീർന്ന പുള്ളിക്കാരിക്ക് അറിയാം. അപ്പോൾ ഇവളെല്ലാം സെറ്റ് ചെയ്തും കൊണ്ടുള്ള പോക്കായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ജോലിയും ചെയ്ത് ക്ലിയർ ആകുമ്പോൾ ഇവൾ അവിടെ എത്തും. അപ്പോൾ എനിക്ക് കാണാം ഇവള് പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ല, എനിക്ക് വിളിച്ചില്ല. ഇപ്പൊ കൊലപ്പെടുത്തുള്ള കാരണം ഇത് തന്നെ. അത് എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള എനിക്ക് വ്യക്തമല്ല. ഞാൻ 2 മാസമായി പെണ്ണിനെ കണ്ടിട്ട്. ഇല്ല, കണ്ടിട്ടേ ഇല്ല. ലഹരി കഴിച്ചു വരുമ്പോഴത്തേക്ക് 8-9 കേസിലെ പ്രതിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് ഘട്ടം ഇവിടെ കൊണ്ട് അന്വേഷിച്ച് അരിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഇവ ഇനി നിന്നെ കൊല്ലാനായിട്ടേ ഇനി കൂട്ടുള്ളൂ മക്കളെ. അവന്റെ ജീവിതത്തിൽ മക്കൾ പോവല്ലേ, നമുക്ക് ആ ബാവച്ചുനെയൊക്കെ വളർത്തണ്ടേ. മൂത്താളിന് 10 വയസ്സാകുമ്പോൾ ഇളയ കൊച്ചു പിള്ളേർ അറിഞ്ഞില്ല. 3-ാം തീയതി ഡിസംബർ 3-ാം തീയതി സ്കൂളിലെ അച്ഛൻ ചില SIയും എല്ലാം കൂടെ എഴുതി വെച്ച് യഥാർത്ഥ അച്ഛനെ ഏൽപ്പിച്ച് എന്റെ പിള്ളേർ അല്ലെങ്കിൽ ഭൂതളത്തിന്റെ ബോഡി ഇന്നലെ ഇവിടെ നിന്ന് എടുക്കട്ടെ. ഇവിടുന്ന് ഇന്നലെ 3 ബോഡി ചമക്കണ്ടായിരുന്നു. എന്റെ കൊച്ചുകളെ ജീവൻ രക്ഷപ്പെട്ടെന്ന് പറയാം. 2 മാസം എല്ലാം കൂടെ തകർന്നു പോയി മകളുടെ ജീവിതം അല്ലേ? മക്കളും പിള്ളേരെ കാണണ്ട, അല്ലെങ്കിൽ അതൊരു അമ്മയാലും പിള്ളേരെ ഇങ്ങനെ ഒളിച്ച് കൂലി കാണും. 2 മാസം കൊണ്ട് ഈ സ്കൂളിലോ ഇവള് വിളിച്ചെന്ന് കാണാൻ കൊച്ചുകളെ പെടുത്തിയ വീട് എന്റെ പിള്ളേരെ 100% അവള് എരന്ന് ചോദിച്ചാണ്. അങ്ങോട്ട് പൈസ കൊടുത്ത് എരന്ന് ചോദിച്ച ഇത്രയും അന്ന് നിങ്ങൾ കാണണം. അപ്പൊ ശരിക്കുള്ള ഒരു പെണ്ണും ഈ തൊട്ട് അടുത്തുള്ള വീട്ടുകാർ പോകില്ല. അവിടെ മദ്യ കുപ്പി മാത്രമേ വരാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കൂടുതലും അനാസ്യമാണ് നടക്കണം ആ വീട്ടിൽ. അവന്റെ അമ്മ മാത്രമുണ്ട്. അവന്റെ അമ്മ കുടിച്ചോണ്ട് അടിക്കുമ്പോൾ അവരിറങ്ങി അവരെ മോളെ പറ്റി പോകും. അവരൊരു ഇവൻ ഒരു ഉടുതുണിയില്ലാതെ വീട്ടിനകത്തിട്ട് കഥ ഡോറും പൂട്ടി എടുത്തോണ്ട് പോയി. എവളെങ്ങനെ ഇവന്റെ കൂടെ കുടിക്കാൻ നിന്ന് ജനൽ കൂടെ തുറന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ ബാഗിൽ കൂടെ വന്ന് തുറന്നു വിട്ടു. അങ്ങനെയാണ് ഇവള് ഓടി സ്റ്റേഷനിൽ പോകുന്നത്. ഓടിയല്ല ഈ വാത്തല കണ്ണനാണ് കാറിൽ കൊടുക്കാൻ പോലീസിന്റെ കൈ കിട്ടിയത്. രാത്രി 2 മണിയായപ്പോ 2 കുട്ടികളെ അവളെയും കൂടെ ഇവിടെ കൊണ്ടുവന്നു. ഇവ 2ാമത്തെ കല്യാണം കഴിച്ചില്ല, മൂത്തവരുടെ ഡൈവോഴ്സും ചെയ്തിട്ടില്ല. ഇവള് സ്വന്തമായിട്ട് താമസിക്കുന്നത്. ഇത് 6ാമത്തെ പ്രാവശ്യം. ഈ ഓരോ പ്രാവശ്യം ആറ്റിൽ വലിച്ച് തള്ളിയിട്ട് ആ ആറ്റിൽ വീഴുന്ന ആ മൂത്ത കൊച്ചിന് 2 കാലും അടിച്ചൊടിച്ച് ഫാനിൽ കെട്ട് നോക്കിട്ട് അത് ഒരു വെള്ളം വിളിച്ചപ്പോ അവന്റെ അമ്മ അതാണ് ഇതിന്റെ ഒരു ചോദ്യ ചിഹ്നം. അതാണ് അതെന്തിനാണ് ഒരു സ്വന്തം കൊച്ചിനെ ഇത്രയും മർദ്ദിക്കുമ്പോഴും ഒരു അമ്മയും പ്രതികരിക്കൂലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എന്റെ കണ്ട പ്രശ്നം. ഇനി ആവെല്ലാം കൊടുത്താണോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി പട്ടി ചന്തയ്ക്ക് പോലെ പോകില്ല. അവിടെ അതേ ഉള്ളൂ. അവന്റെ വീട്ടിൽ ഒരുപാട് പയ്യന്മാരെ അവൻ കൊണ്ടിരുത്തി കുടിപ്പിക്കും. പിന്നെ അവന് കുറെ കുടിയും
പിന്നെ കുറെ ഇറച്ചി ഈ പറഞ്ഞവന്മാരെ ഇറച്ചി അതൊക്കെ വാങ്ങിച്ചോണ്ട് പിന്നെ അതിൽ അഡിക്റ്റ് ആവുമ്പോ പിന്നെ അവന് ചവത്തയില്ല. മറ്റേ വീട്ടിനകത്ത് ഇരിക്കണോണ്ടാണ് ബുദ്ധിയിൽ കാണേണ്ടത്. ഇസ്തിരി ഇട്ട് മൊത്തം വേവിച്ചിട്ട് ഒരു കണ്ണു ലാസ്റ്റ് കട്ട ഒരു കണ്ണും അടിച്ച് തകർത്താണ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് രണ്ടാം അച്ഛനാണ് ഒരു ഉടുതുണി ഇല്ലാതെ ബാത്റൂമിൽ കൊണ്ടിട്ട് തേച്ച് എന്റെ മോൻ നിലവിളിച്ചോടി പൊന്നു മാമ എനിക്ക് കാണാൻ വയ്യ മാമ ഒരു വാക്കവള് പോയപ്പോ ആ മനുഷ്യന്റെ പറഞ്ഞ മാമ ഞാൻ 100 രൂപ അന്നും ബസ്സിന് വാങ്ങിച്ചിട്ടാണ് ഈ കൂടെ 2 ദിവസം കൊണ്ട് ഇവളൊരു തലവേദന പറഞ്ഞു ദുഃഖക്കിടക്ക ഇവള് പോകുന്നൊരു ദുഃഖക്കിടക്ക. അത് കഴിഞ്ഞ് ഞാൻ ഇവളടുത്ത് വണ്ടിയിലിരുന്നോണ്ട് പറയാണ്, ഡേയ് ഇതെന്തോ പ്രഷ കേസാണ്, ഇവള് പിന്നെയും പോകും പറഞ്ഞു പിറ്റേന്നായപ്പോൾ ഇതിനകത്തിരുന്ന് അവളെ പ്രമാണം ഇതിനകത്ത് ഞാൻ വെച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു. ഇവ ലോൺ എടുക്കാൻ എല്ലായിടത്തും കൊണ്ടുപോയിട്ടൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വാങ്ങിച്ച് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. നമ്മളെ താക്കോല കൊണ്ടു 1 മാസം ഞാൻ നീ എന്തിനടി താക്കോല കൊണ്ട് അവളിവിടെ ഉണ്ടല്ലോ നീ താക്കോല കൊണ്ട് എവളെന്തിനാ ഈ താക്കോല ഇവിടെ വെച്ച് താക്കോൽ കൊണ്ടുപോയി അവള് വെട്ടിപ്പൊളിച്ചത് വെട്ടി പൊളിച്ച് പൈസ എടുത്ത് അവനെ വിളിച്ചെടുത്ത് അവനെ ചെയ്തതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് വെട്ടത്തിൽ കൊണ്ടുപോയി പേര് ബിജുദാസ് എന്നാണ്. ഞാൻ നിലവിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വാർഡിന്റെ ജനപ്രതിനിധിയാണ്. ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ ഇത് ഒരു ഇങ്ങനെ കുത്തഴിഞ്ഞ കുടുംബത്തിന്റെ ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് സ്വാഭാവികമായും ഇങ്ങനൊരു ദാരുണമായ സംഭവം ഞങ്ങളുടെയൊക്കെ ഒരു ഓർമ്മയിൽ ആദ്യമാണ്. പ്രത്യേകിച്ച് പ്രദേശത്തിന് തന്നെ ഇതൊരു പുതിയ അനുഭവമാണ് ഇങ്ങനെ ഒരു മരണം. ഇവൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, ഈ പയ്യൻ്റെ രതീഷിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ വീടിനെ സംബന്ധിച്ച് കാപ്പ കേസിൽ നിലവിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അതെ, കാപ്പ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുണ്ട്. ഈ കുട്ടിയുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച കേസിൽ ജയിലിലായിട്ടുണ്ട്. ഇപ്പൊ മരണപ്പെട്ട പെൺകുട്ടിയുടെ 2 മക്കളെ വളരെ ക്രൂരമായും ഞാൻ ചോദിക്കുന്നത് ഈ 2 മക്കളെയും കൂട്ടിക്കൊണ്ടാണ് ആദ്യം ജീവിക്കാൻ വരുന്നത് 2 മക്കളെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. 2 പേരും പേയാട് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി അവിടെ വരുന്നത്. വന്ന് ആ കുട്ടികളെ അതിമൃഗീയമായും പിന്നെ ഉപദ്രവിക്കുന്നത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അത് ജാഗ്രതാ സമിതിയിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ ചർച്ചയായി കുട്ടികളെ കേസെടുക്കുന്നു. പോലീസ് ഇവനെ റിമാൻഡ് ചെയ്യുന്നു. അവൻ ജയിലിൽ കിടക്കുന്നു. തിരിച്ചു വരുന്നു. വീണ്ടും വന്നതിന് ശേഷം ഇപ്പൊ തന്നെ ഈ കൊല കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസ് പിടിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പറഞ്ഞു, ഇനി എനിക്കൊരു 3 മാസം വരെ ഉള്ളൂ, 3 മാസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നുള്ള ലാഘവത്തോടു കൂടി അതിനുശേഷം വീണ്ടും ഈ പെൺകുട്ടിയെ തന്നെ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും ജയിലിലായി. ഇങ്ങനെ പല പ്രാവശ്യം ജയിലിലാവുകയും തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ പോലീസ് തന്നെ ഈ പെൺകുട്ടിയോട് വാണിംഗ് കൊടുത്തു, ജാഗ്രതാ സമിതി അംഗങ്ങൾ വാണിംഗ് കൊടുത്തു. എല്ലാവരും പറഞ്ഞു നീ അവനോടൊപ്പം ജീവിക്കാൻ പോകരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാതെയാണ് പോവുകയും അവസാനം ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. ഈ 2 ഭർത്താവ് 2 പുരുഷന്മാരെ ഉപേക്ഷിച്ചിട്ടാണ് ഇയാളോടൊപ്പം വന്നത്. വാട്സപ്പ് വഴിയുള്ള ബന്ധമെന്നാണ് പറയുന്നത്. ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴിയും അവരങ്ങനെ സംസാരിച്ചു. അങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യപ്പെട്ടത്, ഈ കുട്ടി ഇവന്റെ അടുത്തേക്ക് വന്നത്. ഈ നാട്ടുകാരോട് യാതൊരു ബന്ധവുമില്ല, പക്ക ക്രിമിനലാണ് തെളിഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയുടെ മനസാന്നിധ്യം എന്തുമായിരിക്കും? ജീവിക്കാൻ കൊതിച്ചിട്ട് വന്നതായിരിക്കാം. അങ്ങനെ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ഈ 2 കുട്ടികളെയും കൊണ്ട് നിലവിലൊരു ഭർത്താവ് ഉണ്ടായിട്ട് അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ പോയിട്ട് വീണ്ടും ആ സ്ത്രീ അയാളുടെ അടുത്തേക്ക് വരുമ്പം ജീവിക്കാനുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കാം വന്നത്. പക്ഷെ അവനും വേറെ ഒരു സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള ആളല്ല. അപ്പം ഭാര്യയോ മക്കളോ ഒന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ ഇവനൊരു നമുക്ക് ആ മുറിക്കകത്ത് കയറുമ്പോൾ തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ആ മുറിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. മദ്യക്കുപ്പികളുണ്ട്. അവനെ ആക്രമിച്ചു എന്ന് പറയുന്ന ആ വടി, ചോര പുരണ്ട ഒരു കമ്പി വടി അവിടെ ഉണ്ട്. 2 കത്തികൾ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അതെന്തിനാണെന്നറിയില്ല, അത് ഉപയോഗിച്ചുകൊണ്ടോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ കത്തികൾ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. പകുതി കുടിച്ച മദ്യക്കുപ്പി ഒഴിഞ്ഞ് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. തറയിൽ ബ്ലഡ് ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. പോലീസ് പറയുന്നത് തന്നെ ഇവൻ ഈ തറയിന്ന് ആ പെൺകുട്ടിയെ എടുത്ത് കട്ടിലിൽ കിടത്തുകയായിരുന്നു എന്നാണ്. പിന്നീട് മരണപ്പെട്ടു. അതിനുശേഷമാണ് അവനെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത്. ഒരു ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീയുടെ ഒരു പതനമാണ്. 3 ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ചു. അതൊന്നും എല്ലാം പരാജയപ്പെട്ട അവസാനം ഒരാളുടെ കൈകൊണ്ട് മരണപ്പെട്ടു. ശരിക്കും പറഞ്ഞ സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നതിനെ? കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇപ്പം നമ്മുടെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇത് ഇവരുടെ ഈ സ്വഭാവ ദൂഷ്യമല്ല ഇവരുടെ ഈ മരണത്തിന് കാരണം. ഈ സ്ത്രീയുടെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഉറച്ചു നിന്നില്ല, മക്കളെയും
കളഞ്ഞിട്ട് പിന്നെ ഈ കുട്ടികളെയും കൊണ്ട് ഇയാളെ കൂടെ പറഞ്ഞ് ഇയാള് ഭയങ്കര ഉപദ്രവകാരിയാണെന്ന് മനസ്സിലാക്കണം. ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഉപദ്രവിച്ചതിന് ശേഷം പോലീസിൽ കേസ് എടുക്കണം. പോലീസുകാർ തന്നെ പറഞ്ഞത് അവർ തന്നെ ഇത് മുമ്പേ പ്രതീക്ഷിച്ച കാര്യമാണ്. പിന്നെ ഇനി ഇയാൾ ഒരേ കേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇനി ഇയാളെ കൂടെ പോവരുതെന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഇപ്പൊ ലാസ്റ്റ് പോയത് തന്നെ ഈ മരിച്ച കുട്ടിയുടെ രണ്ടാനച്ഛൻ നമ്മളുടെ പറഞ്ഞെന്ന് പറഞ്ഞ ദേഹത്തൊക്കെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിച്ചതിന് ശേഷം കേസൊക്കെ ആയി. ഈ രണ്ടാനച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ ആയിരുന്നു. അവിടെ ആയിരിക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ വീണ്ടും അവിടെ ചെന്ന് ഇപ്പം ഈ ഒരു പ്രശ്നമൊക്കെ നടന്ന് ഇപ്പം ഇവർ 2 ആഴ്ച ആയതേ ഉള്ളൂ ഇയാളെ കൂടെ വന്നിട്ട്. ആ സമയത്ത് ഈ രണ്ടാനച്ഛൻ്റെ അലമാരയിൽ നിന്ന് ലോക്കർ കുത്തി തുറന്ന് 12,000 രൂപയും എടുത്ത് ഈ പെങ്കൊച്ചിൻ്റെ പേരിൽ നിരപ്പിൽ എവിടെയോ ഒരു 3 സെന്റ് സ്ഥലവും വീടും ഉണ്ടാകും. അതിന്റെ പ്രമാണം എടുത്തുകൊണ്ടാണ് ഇയാളെ കൂടെ പോകുന്നത്. അപ്പം വരുത്തി വെച്ച് അല്ലെങ്കിൽ വരുത്തി വെച്ച് മരണമെന്ന് വേണമെങ്കിൽ പറയല്ലേ? പോലീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കേൾക്കാതെ ഇത് ഇങ്ങനെ വന്നത്. പിന്നെ ഈ ഒരു ഇത് നടന്നതിൽ നമുക്കും തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും ഈ കുട്ടിയുടെ പേരെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ മരണം നടന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന ആർക്കും ഇവരുടെ പേര് പോലും അറിഞ്ഞൂടാ. ആ വീടിന്റെ ആംബിയൻസ് കണ്ടിട്ടുണ്ടല്ലോ, ഒരു തൂത്തു വരാത്ത ഒരു വൃത്തികെട്ടവരല്ലേ? അത് ഇപ്പൊ ഇത്രയെങ്കിലും വൃത്തിയുണ്ട്. മുമ്പ് ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് പോയ സമയത്ത് അതിന് മുറ്റമൊക്കെ കാട് കയറി പുല്ലൊക്കെ പിടിച്ച് കാട് കയറി കിടക്കുന്ന സമയത്ത് ഇയാളെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ പറഞ്ഞ് ഭയങ്കര പ്രശ്നക്കാരനാണ്, വേണ്ട വോട്ട് ചോദിക്കാൻ പോണ്ടെന്ന്. ഞങ്ങൾ പോയിട്ടില്ല.